നമസ്കാരം. എങ്ങനെയുണ്ട് നവകേരള സദസ്സ്? നവകേരള സദസ്സ് എന്ന് പറഞ്ഞാൽ ജനങ്ങളൊക്കെ ഉണ്ടോ കാര്യമായിട്ട്? ജനങ്ങൾ അതായത് പോയിരുന്നോ? പോയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലോക ചരിത്രത്തിൽ ഒരുപാട് ഗവൺമെൻറ്റുകൾ ലോകത്തുണ്ട്. പക്ഷേ ഇതുപോലൊരു സംഭവം സ്വർണ്ണ ലിപികളിൽ ആലേഖനം ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ 13ാമത്തെ ജില്ലയിൽ ഇന്നലെ കൊല്ലത്ത് എല്ലാ മണ്ഡലങ്ങളിലും ഭയങ്കരമായ തിരക്കായിരുന്നു. ഏത് മണ്ഡലത്തിലാണ് പോയത്? കൊല്ലം മണ്ഡലം. കൊല്ലം ഇവിടെ തന്നെ കൊല്ലം മണ്ഡലം. ഇന്ന് രാവിലെ 11 മണിക്ക് ഇരവിപുരം മണ്ഡലം. ഭയങ്കര അടുത്തടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളാണ്, തൊട്ടടുത്തടുത്ത മണ്ഡലമാണ്. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ജനങ്ങളെയാണ് ഞങ്ങൾ ഇന്നലെ കാണുന്നത്. എന്താ പ്രത്യേകതയായി കാണുന്നത്? സർക്കാരിലും മുഖ്യമന്ത്രിയിലും കാണുന്ന ഒരു പ്രത്യേകത സുതാര്യത. അതായത് കളങ്കമില്ലാത്ത ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണം, സാധാരണ ജനങ്ങളുമായിട്ട് എങ്ങനെ ഇടപെടണം, ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാലും മന്ത്രിമാരെന്ന് പറഞ്ഞാലും, അതായത് ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്നവരല്ല, അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ പ്രശ്നം അറിഞ്ഞ് ജനങ്ങളുമായിട്ട് ഇഴകിച്ചേർന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഉള്ള സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ പത്രം വായിക്കും, ചാനൽ കാണും, ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മഞ്ചേശ്വരത്തു നിന്ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബസ്സിനെ കുറിച്ച് വലിയ വിവാദങ്ങൾ വന്നു. പിന്നീട് അതൊരു കൗതുകമായി മാറി. പിന്നീട് ഇങ്ങോട്ട് ഈ യാത്ര പോകുമ്പോഴൊക്കെ അത് ശ്രദ്ധിച്ചിരുന്നു. ഏതാണ്ട് കൊച്ചു വിവാദങ്ങൾ, അല്ലെങ്കിൽ കരിങ്കൊടി മറ്റത് മറിച്ചത്. ഇന്നിപ്പോൾ കൊല്ലത്തേക്ക് വന്ന് നിങ്ങളുടെ നാട്ടിൽ കരിങ്കൊടി മാറിയിട്ട് കോൺഗ്രസ് പ്രതിഷേധം വേറെ ചില രൂപത്തിലായി മാറി. അപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ അവർക്ക് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനകത്ത് തന്നെ പ്രതിപക്ഷത്തിനകത്ത് തന്നെ ഒരു വിഭാഗം ആൾക്കാർ ഇതിനുമായിട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതായത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, അതായത് അതാത് മണ്ഡലങ്ങളിലെ MLA-മാർക്ക് ഇതിൽ പങ്കെടുത്ത് അവർക്ക് വിമർശിക്കാം, അവരുടെ വിമർശനം കൊണ്ടുകൊണ്ട് അതിനെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഇത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് തോന്നി ഇതിനകത്ത് സഹകരിക്കുന്നതായിരുന്നു നല്ലത്, ഇതിൻ്റെ മൊത്തം ഇമേജും ഇവിടുത്തെ ഭരണപക്ഷം കൊണ്ടുപോകരുതായിരുന്നു എന്നുള്ളൊരു ചിന്ത അവർക്ക് ഇപ്പോൾ വന്നു. അതിൻ്റെ ഒരു വൈർലഭ്യമാണ് ഇപ്പോൾ അവർ ഈ കാണിക്കുന്ന വെപ്രാളങ്ങൾ. അതായത് ഈ ഇങ്ങനൊരു യാത്ര വളരെ സവിശേഷത തന്നെയാണ്, യാതൊരു സംശയമില്ല. മന്ത്രിമാരും 140 നിയോജകമുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുക്കിനും മൂലയിലും എത്തുകയാണ്, ഒരു സർക്കാർ എത്തുകയാണ്. അല്ലാതെ അവരുടെ ഒരു ഏതെങ്കിലും ഈ മന്ത്രിമാരൊക്കെ ഈ മണ്ഡലങ്ങളിലൊക്കെ പല മണ്ഡലം. അപ്പോൾ ഇന്നലെ മന്ത്രി രാജീവ് ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ 140 മണ്ഡലങ്ങളിലും ഞങ്ങളെല്ലാവരും പോയിട്ടില്ല മന്ത്രി എന്ന നിലയിൽ, കാരണം പോകാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ അങ്ങനെ പോകുമ്പോൾ ഓരോ മുക്കിനും മൂലയിലും അവരെത്തുന്നു, ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു, കേൾക്കുന്നു, ഇതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇവർ പ്രതീക്ഷിച്ച, ഇവർ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ടല്ലോ, അത് നടപ്പായോ നവകേരള സദസ്സിലൂടെ? സർക്കാർ ഉദ്ദേശിച്ച നടപ്പായോ? ജനങ്ങളിലേക്ക് എത്തിയോ സർക്കാർ പറയുന്ന കാര്യങ്ങൾ? സർക്കാർ പറയുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായും ജനങ്ങളിൽ എത്തിയെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പരാതികൾ കൊടുക്കുന്നുണ്ടല്ലോ, ആ പരാതികളെന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നമ്മളെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉള്ളൊരു കാലത്ത് പരാതികൾ കൊടുത്ത് ലക്ഷക്കണക്കിന് പരാതികൾക്ക് ഒരു നടപടിയുമില്ലാതെ ചവറ്റുകൊട്ടയിലെറിയുന്ന ഒരു സംഭവം നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷേ ഇതല്ല, ഈ പരാതി എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് എന്ന് വെച്ചാൽ ചവറ്റുകൊട്ടയിലേക്ക് പോയി എന്ന് പറയുമ്പോഴും ആ കാലത്തും കുറേ ആളുകൾക്കൊക്കെ ആശ്വാസം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് അതിനേക്കാൾ തോത് കൂടുതലാണെന്നാണോ പറയുന്നത്? ഇപ്പോൾ ഇതിലേക്ക് വരുന്ന പരാതികൾ, അത് ക്രമീകരിക്കുന്ന രീതി, അത് പരാതിയായി സ്വീകരിക്കുന്ന രീതി വെച്ച് താങ്കൾ പറയുന്നത് UDF കാലത്ത് ഈ പരാതികൾ സ്വീകരിച്ചതിനേക്കാൾ വിശ്വാസ്യത LDF സർക്കാർ വാങ്ങുന്ന പരാതിയുടെ കാര്യത്തിലാണെന്നാണോ? അതെ, ആ വിശ്വാസ്യത കൂടുതലുള്ളത് കൊണ്ടാണ് ഈ പരാതിയുടെ ബാഹുല്യം കൂടുന്നത്. ആണോ? ഈ പരാതി അവർക്ക് പരിഹരിക്കപ്പെടുമെന്നൊരു വിശ്വാസമുണ്ട്. പക്ഷേ അത് പല രീതിയിലുള്ള പരാതികളുണ്ട്. അപ്പോൾ അത് പരിഹരിക്കേണ്ട പരാതികളും പരിഹരിക്കാൻ പറ്റാത്ത പരാതികളും ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്താൽ അതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടെ ഗൗരവമുണ്ട് അല്ലേ? ഓക്കെ, ഒരു കാര്യം കൂടി, മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടോ? മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്താണ്, അതിൻ്റെ ഒരു ഊന്നൽ എന്തായിരുന്നു? അതിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ഊന്നൽ എന്ന് പറയുന്നത് നമ്മളെ കേരളം ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കം, ഒരു പ്രതിസന്ധി ഇവിടെ ഇല്ല, ഒരു സാമ്പത്തിക ഞെരുക്കമുണ്ട്. ഈ സാമ്പത്തിക ഞെരുക്കത്തിന് കേന്ദ്ര ഗവൺമെൻറ് അവരുടെ രാഷ്ട്രീയ നടപ്പിലാക്കാൻ ഈ കേരളത്തിൻ്റെ മനസ്സ് BJPയുടെ ഒപ്പം നിൽക്കത്തില്ല എന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ എങ്ങനെയും കരുതേച്ച് കാണിക്കുകയും അവരുടെ പ്രതിസന്ധിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു, പക്ഷേ അത് അവർക്ക് കൂടുതൽ ഇതാണ് നടത്തിക്കൊണ്ട് പോകാകത്തില്ല. കാരണം ഭരണഘടനയ്ക്ക് അനുസരിച്ച് മാത്രമേ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ തൽക്കാലത്തേക്ക് അവർക്ക് ഒരു ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരൊരു സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കി ജനങ്ങളിൽ ഒരു അതൃപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തുകയാണ്. പക്ഷെ അത് വിജയിക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട ഒരു സ്പെസിമെൻ സ്റ്റേറ്റ്മെൻ്റാണിത്.
അതായത് എന്താണ് സർക്കാർ ഇതിലൂടെ ഉദ്ദേശിച്ചത്, മുഖ്യമന്ത്രി എന്താണ് ഉദ്ദേശിച്ചത്, മുഖ്യമന്ത്രി പറയുന്നതിൻ്റെ ഊന്നൽ എന്താണ് എന്നതടക്കം ഒരു നവകേരള സദസ്സിൽ പങ്കെടുത്ത ഒരു അനുഭവത്തിൽ നിന്ന് അവിടെ ലഭിക്കുന്ന പരാതികളെക്കുറിച്ച് മുഖ്യമന്ത്രി ജനങ്ങളോട് വിശദീകരിക്കുന്നതിൽ നിന്ന് ചില താരതമ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് വളരെ സൂക്ഷ്മമായ ഒരു വിഷയത്തെ സമീപിക്കുന്ന ഒരു അനുഭവമാണ് സത്യത്തിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കേട്ടത്. താങ്ക്